അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന് നിൽക്കുന്നത് നമ്മൾ ഈ പോലൂർ ക്ലാവറ ആ ഭാഗത്തോട്ടൊക്കെ പോകുന്ന പ്രദേശത്താണ്. അപ്പോൾ വെള്ളം കുടിച്ച കാര്യം പറഞ്ഞല്ലോ, ആ വെള്ളം കുടിച്ചതാണ്ട് ഈ അമ്മാവൻ ഒരു ബോട്ടിൽ ഇങ്ങനെ വെള്ളം എടുത്തുകൊണ്ട് ഈ വെള്ളം ഇങ്ങനെ വീഴുന്ന ആ ഒരു ഭാഗത്ത്. അപ്പോൾ കൂടെ വന്ന പുള്ളിക്കാരൻ അവിടെ നിന്ന് അപ്പം തന്നെ വെള്ളം കുടിക്കണം. കയ്യിൽ മിനറൽ വാട്ടർ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഇയാൾ കുടിച്ചോ, ഞാൻ കുടിക്കുന്നില്ല, വേണ ഒന്ന് കൈ മുഖമൊക്കെ കഴുകിയേക്കാം. എന്നിട്ട് നേരെ ഇദ്ദേഹം താമസിക്കുന്ന സ്ഥലമാണിത്. അപ്പോൾ ഇതിന്റെ സൈഡിലായിട്ട് പുള്ളിക്കാരൻ ഗ്രീൻ പീസ് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗ്രീൻ പീസ് കൃഷി ചെയ്തിരിക്കുന്നത് അതൊന്നും ക്ലിയർ ആയിട്ട് കിളിച്ച് വന്നിട്ടില്ല, ഉണങ്ങിപ്പോയെന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ആധികാരികമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചോദിച്ചില്ല, കാരണം കൃഷിയെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെ ഈ വെള്ളം കുടിച്ച് പുള്ളിക്കാരനുമായിട്ട് ഞാൻ മുന്നോട്ട് പോയി. കുടിച്ച് മുകളിൽ ചെന്നപ്പോഴേ നോക്കിയായിരുന്നു ഈ വെള്ളം ഒഴുകി വരുന്ന ചാൽ എങ്ങനെയാണ്. 8ന്റെ പണി തന്നെ കേട്ടാ. സാധനം ഭയങ്കരമായിട്ട് ഒലിച്ചു വരുന്നതല്ല, ഈ കെട്ടിക്കിടന്ന അങ്ങനത്തെ മുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ്, ആ വെള്ളമാണ് ഒലിച്ചു വരുന്നത്. അപ്പൊ പുള്ളിക്കാരൻ കുടിച്ച് ഞാൻ ചോദിച്ചാ സമാധാനമായില്ലേന്ന് ചോദിച്ചു. എന്നിട്ട് അവിടുന്ന് നമ്മൾ നേരെ പോലൂർ ഭാഗത്തേക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കാണുന്ന ഭാഗം എന്ന് പറയുന്നത് പോളൂരിന്റെ ഒരു വെള്ളച്ചാട്ട ഒരു പ്രദേശമുണ്ട്. പോളൂർ വാട്ടർഫാൾസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അവിടെ ഒരു ടാങ്കിനകത്ത് വെള്ളം നിറയുന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ മുകളിൽ കയറി നമ്മൾ താഴോട്ട് നോക്കി. അപ്പം ഈ ഭാഗത്ത്, അതായത് ഈ വെള്ളം ഒലിച്ചു പോകുന്ന ഭാഗത്തായിട്ട് ഈ മഴ സമയത്ത് ഒരു 7-8 വെള്ളച്ചാട്ടം ഉണ്ടാവുമെന്നാണ് അവിടെ പ്രാദേശികമായിട്ടുള്ള ആൾക്കാർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതൊരു പ്രധാനമായൊരു വെള്ളച്ചാട്ടത്തിന്റെ ഭാഗമുണ്ട്. ഇതിന്റെ മേളിൽ കുറച്ച് ടെന്റും കാര്യങ്ങളും സൗകര്യങ്ങളും ഒരുക്കുന്ന ഏരിയ ഉണ്ട്. ഇതിന് തൊട്ട് സൈഡിലായിട്ട് ഒരു കൃഷിയിടത്തിന്റെ അവർ താമസിക്കുന്ന ഏരിയയാണ്. അത് വളരെ ഭംഗിയായിരുന്നു കാണാനായിട്ട്. ഇത് ക്യാമറയ്ക്കകത്തൊന്നും അത് ഒതുങ്ങത്തില്ല, അത്രത്തോളം മനോഹരമായ ദൃശ്യമായിരുന്നു കാഴ്ചയിൽ. കൂടെ ഈ ക്യാമറ ഇങ്ങനെ സ്റ്റെബിലിറ്റി പോയിട്ട് അതൊരു ബ്ലർ ആവുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് നേരെ താഴെ ഇറങ്ങി മറ്റ് കൃഷി പ്രദേശങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്ക് അവിടെ കൂടുതലും കാണുന്നത് വെളുത്തുള്ളിയും ഈ ഗ്രീൻ പീസുമാണ് ആ സീസണിൽ കണ്ടിരുന്നത്. പിന്നെ കൂടുതൽ കാർഷികമായിട്ടുള്ള രീതികൾ അറിയണമെന്നുണ്ടെങ്കിൽ ഉൾഗ്രാമങ്ങളിലെ ആൾക്കാരുമായിട്ട് പോയി സംസാരിച്ചെങ്കിൽ മാത്രമേ അറിയാവുള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും എൻ്റെ മനസ്സിൽ ഈ ഒരു ഭാഗം ഭയങ്കര ഒരു ഭംഗിയായിട്ട് തോന്നി. കാരണം മിക്ക യൂട്യൂബേഴ്സും ഈ ഒരു പോലൂർ ഭാഗത്ത് വരുമ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ, ഈ ഒരു പ്രദേശത്തിന്റെ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ പോലൂർ ഭാഗത്തേക്ക് പോകുമ്പോഴത്തേക്ക് അവിടെ തൊട്ടടുത്തായി കാണുന്ന ഒരു ചെറിയൊരു കടയാണ്. താഴെ വരുന്ന ഭാഗത്ത് കടയും ഹോട്ടലിലൊക്കെ ഉണ്ട്, അങ്ങുഞ്ഞൊക്കെ ആയിട്ട് ഭക്ഷണം കഴിക്കാനൊക്കെ. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്കും നമുക്ക് ഈ ഭക്ഷണം കഴിക്കുന്ന സമയം കഴിഞ്ഞു. അപ്പോൾ ഈ കാണുന്നൊരു ചെറിയൊരു കടയും അതിൻ്റെ കൂടെ ഒരു താമസിക്കാനുള്ളൊരു സൗകര്യം വെച്ചിട്ടുണ്ട്, അതായത് സ്റ്റേ സെറ്റപ്പും ഉണ്ട്. അപ്പോൾ ഇതിന്റെ തൊട്ട് താഴെയായിട്ട് ഭയങ്കരമായ ഒരു വ്യൂ ഉണ്ട്. അപ്പോൾ അവിടെ കുറച്ചു നേരം ഞാനും എൻ്റെ കൂടെ വന്ന അയ്യപ്പൻ എന്ന് പറയുന്ന സുഹൃത്തും കൂടെ അവിടെ പോയിരുന്നു. അപ്പോൾ നമ്മൾ ഈ പോളൂർ വാട്ടർഫാൾസിന്റെ ഈ വെള്ളം ഒഴുകി വരുന്നത് ഈ പ്രദേശത്തിന്റെ അടുത്തുകൂടെയാണ്. പിന്നെ അപ്പുറം കാണുന്ന മലയെന്ന് പറയുന്നത് ക്ലാവറ ഏരിയ ആണ് ആ ഭാഗം കാണുന്നത്. അപ്പോൾ ഈ സുരേഷ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കടയും ആ സ്റ്റേയുടെ പിന്നിലാണ് ഈ കാണുന്ന ഒരു പ്രദേശം വ്യൂ ഒക്കെ കാണുന്നത്. ഈ നിൽക്കുന്ന വെള്ള ഷർട്ടിട്ട ആളാണ് സുരേഷ്, മറ്റേതിന്റെ കൂടെ വന്ന അയ്യപ്പനാണ്. അപ്പോൾ സുരേഷ് ആ പ്രാദേശികമായിട്ടുള്ള ഏരിയയിലെ കുറെ കാര്യങ്ങളും അവരുടെ സ്റ്റേയുടെ കാര്യങ്ങൾ, അതിന്റെ തൊട്ടടുത്ത് മറ്റൊരു സ്റ്റേ സെറ്റപ്പും അതിന്റെ ഒരു കാര്യങ്ങൾ അവരാണ് ഇവിടെ ഇമ്പ്രൂവ്മെന്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ സുരേഷിന്റെ ഒരു സ്റ്റേ സെറ്റപ്പ് ഉണ്ട് ആ കടയോട് ചേർന്ന്, ആ ഭാഗമാണ് കാണിച്ചു തരുന്നത്. അപ്പം ചെയ്തിരിക്കുന്ന രീതി ഭിത്തിയൊക്കെ ചെളി വെച്ചാണ് ചെയ്തിരിക്കുന്നത്. കമ്പ് അതിനകത്ത് ഭിത്തിയിൽ പിടിപ്പിച്ചിട്ട് അത് ചെളി വെച്ച് അടച്ച് മെഴുകി എടുത്തിരിക്കുകയാണ്. സ്റ്റേയുടെ ഡീറ്റെയിൽസിന്റെ കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ എന്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്താൽ അതിൽ വിളിച്ചാൽ മതി. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന്റെ പേര്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയപ്പോൾ അവിടെ ഇവിടെ എല്ലാം ഈ കുതിരയെന്നും പറയും ചെറിയ പോണികൾ. അപ്പോൾ അതൊരുപാട് നിരവധി അവിടെ കാണാൻ സാധിക്കും നമുക്ക്. അത് കാരണം ഈ മലയോര പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇവയെ ഉപയോഗിച്ചാണ് ഇവർ ഈ സാധനങ്ങൾ ചുമന്ന് എടുക്കുകയും ചെയ്തത്. പിന്നെ ഇവർ ഈ മൂന്നാറ്, ഈ കൊടൈക്കനാലിന്റെ ഈ പോലൂർ ക്ലാവറ ഈ ഭാഗത്തുനിന്ന് കാർഷിക ഉൽപ്പന്നങ്ങൾ മൂന്നാർ ഭാഗത്തേക്ക്, വട്ടവട ഭാഗത്തേക്ക് കൊണ്ടെത്തിക്കാറുണ്ട്. അതിന് ഇവിടെ ഒരു ഗ്യാപ്പ് റോഡ് എന്ന് പറയുന്നൊരു സംവിധാനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും വർഷങ്ങൾക്ക് മുമ്പ് ക്ലോസ് ചെയ്തതാണ്. പക്ഷെ കാർഷിക ആൾക്കാർ ഇത് ട്രെക്ക് ചെയ്ത് അപ്പുറം പോകുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരിക്കൽ കൂടി പോകുന്നുണ്ട് ഞാൻ ആ ഒരു ഭാഗത്തേക്ക് അവരുടെ കൂടെ പോകാനായിട്ട്. അവര് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പോകാൻ പറ്റിയാൽ നമുക്ക് ആ വീഡിയോ കാണാവുന്നതായിരിക്കും. അപ്പോൾ ഈ കാണുന്ന പ്രദേശം ഇവിടുത്തെ ക്ലോസ്ഡ് ഏരിയയാണ്, അതായത് ഈ റോഡ് തീർന്നു. അപ്പോൾ ഞാൻ യാത്ര തുടങ്ങി, അവിടുന്ന് തുടങ്ങി ഇവിടെ എൻഡാണ് ഈ റോഡിന്റെ. ഇതിന്റെ അപ്പുറം മലഭാഗങ്ങളെല്ലാം വട്ടവട കേരളത്തിന്റെ ബോർഡർ ഭാഗങ്ങളാണ്. അപ്പൊ ഈ കാണുന്ന അവര് വാഴയെന്ന് പറഞ്ഞത് മലവാഴ എന്നാണ് അറിയപ്പെടുന്നത്. ഞാനൊരു പഴത്തിന്റെ വില ഞാൻ ഈ പൂമ്പാറയിൽ ചോദിച്ചപ്പോൾ 15 രൂപ ഒരു പഴത്തിന്റെ വില പറഞ്ഞത്.
പിന്നെ ഇത് നമ്മുടെ വെളുത്തുള്ളി ഒരു സെറ്റപ്പ് ആക്കുന്ന പരിപാടി. ഞാനിതിനകത്ത് നിന്ന് കയറി നമ്മളെ ഈ കൽക്കരി എഡ്ജിനകത്ത് ജോലി ചെയ്തവരുടെ അവസ്ഥയായിരുന്നു എനിക്ക്. തിരികെ ഇറങ്ങി ഇപ്പൊ കണ്ണീന്ന് മൂക്കിന്ന് എല്ലാം പോകുന്നു. അപ്പോൾ ഇത് ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഈ വെളുത്തുള്ളി നല്ല വെള്ള രീതിയിലായിരിക്കും കിട്ടുന്നത്. അപ്പൊ ഇത് ഈ ഒരു ഭാഗത്ത് ഈ റൂമിൽ കയറ്റി വെച്ചിട്ട് ഇത് നല്ല രീതിക്ക് പുക കൊടുക്കും. അപ്പോഴേ ഇതിനകത്തൊരു ചുവപ്പ് ഒരു നിറം വരും. ആ ഒരു നിറം വരുന്ന ഉള്ളിക്ക് കിലോയ്ക്ക് 10 രൂപ അധികം കിട്ടുമെന്നാണ് ഇവിടെ ഉള്ളവർ പറഞ്ഞത്. അപ്പം ആ രീതിയിൽ ആ പ്രോസസ്സ് ചെയ്താണ് കൂടുതൽ ആൾക്കാർ ഇവിടെ വിൽക്കാറുള്ളത്. എന്തോ പറഞ്ഞാലും കർഷകർ ഊപ്പാട് വരാൻ കാരണം ഞാനും എൻ്റെ കൂടെ അയ്യപ്പനും നിലയെ വിളിച്ചുകൊണ്ട് ഓടിയിരുന്നതിനകത്ത്. നീ കാണുന്നത് ഇവിടുത്തെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളാണ്. വെളുത്തുള്ളി നല്ല രീതിക്ക് ഇവർ പുകച്ചെടുക്കുന്നതിന് ഒരുപാട് റൂമുകൾ ഇങ്ങനെ അവിടെ എല്ലാം കാണാം. അതിൻ്റെയൊക്കെ അടച്ചുറപ്പുകളൊക്കെ ഭയങ്കരമാണ്. അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞ് ഞാൻ വീണ്ടും സുരേഷിൻ്റെ കടയിൽ വന്നു. അപ്പോൾ ഒരു പുതിയ ടീം വന്നു. അപ്പോൾ ഇവിടുത്തെ റിസോർട്ടിൻ്റെ പണി ചെയ്യുന്ന ടീമുകളാണ്. പണിയുന്നതെല്ലാം അവരുടെ സുഹൃത്തും അവരൊക്കെ ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അവർക്ക് അവിടെ ടെൻറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ നമ്പറും ഡീറ്റെയിലൊക്കെ തന്നു. അപ്പോൾ കൊടൈക്കനാൽ പോകുമ്പോൾ ക്ലാവറായി പോളൂരൊക്കെ പോകുന്നവർക്ക് എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, വിളിച്ചാൽ മതി. ഇത് ഹസ്കി ഇനത്തിൽപ്പെട്ട ഒരു ഡോഗാണ്. ഇയാളൊരു 2 തണ്ണിമത്തനെങ്കിലും അവിടെ നിന്ന് കഴിച്ച് കാണും പുള്ളിക്കാരൻ. പിന്നെ നമുക്ക് വിഷമം സുരേഷ് നമുക്ക് 2 മേയൊക്കെ സെറ്റ് ചെയ്ത് അതിൻ്റെ കാശൊക്കെ കൊടുത്ത് നേരെ അവിടെ നേരെ വിട്ടു. അപ്പോൾ ഒരു ഉയർന്നൊരു പ്രദേശം കണ്ട് പഴയ ഒരു ക്ഷേത്രവും സ്കൂളും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഏരിയ. നമ്മളവിടെ മുകളിലേക്ക് കയറി ചെന്നു. അപ്പോൾ അവിടെ എല്ലാം തകർന്ന രീതിയിലാണ് കിടന്നത്. അപ്പോൾ അവിടെയൊക്കെ കുറച്ച് നേരം നിന്ന് കറങ്ങി ചുറ്റി തിരിഞ്ഞ് വന്നപ്പോഴത്തേക്ക് 2 പേര് വന്ന് പറഞ്ഞ് ഇവിടെ ചെരുപ്പിട്ട് കയറി എന്താന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് 2 പേരിൽ. ഇവിടുത്തെ ലോക്കൽസ് ആണ്. അപ്പോഴേ അവിടെ നിന്ന് ഇറങ്ങി. കാരണം അവിടെ എല്ലാം ബോട്ടിൽ വെള്ളം ഒഴിച്ച് അതും ഇതൊക്കെ കിടക്കുന്ന കണ്ടു. പിന്നെ ഈ ഒരു കുതിര ഇങ്ങനെ വട്ടമിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് കരഞ്ഞിങ്ങനെ കറങ്ങി കിടക്കുക. അപ്പോൾ അവിടെ നമ്മൾ ഇറങ്ങി നേരെ പോകുമ്പോഴത്തേക്ക് യൂക്കാലി മരത്തിൻ്റെ ഒരു കൂട്ടം കണ്ടു. അപ്പോൾ അതിനൊരു പ്രത്യേക ഒരു വൈറ്റും ഗ്രീനും ചേർന്ന ഒരു കളറായിരുന്നു ആ മരത്തിൻ്റെ ഇലകൾക്കെല്ലാം. പിന്നെ അത് കഴിഞ്ഞ് താഴോട്ട് നോക്കിയപ്പോഴത്തേക്കാണ് ഒരു പ്രദേശം നല്ല വ്യൂ ആയിട്ടുള്ളൊരു വീടും പരിസരമൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഇനി പോകുന്നത് നേരെ ക്ലാവറി ഭാഗത്തേക്കാണ്. ക്ലാവറി ഭാഗത്തേക്ക് പോകുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ് ഇത്. ഈ ടെറസ് കൃഷിയുടെ ഒരു ഭംഗി എന്ന് പറയാൻ നമ്മൾ ഈ ചൈനക്കാരന്മാരെ ചില വീഡിയോകൾ കണ്ടിട്ടുണ്ട്. അതേപോലെ ഒരു പ്രദേശമാണ് ഇവിടെ. ഇങ്ങനെ തട്ടായിട്ട് താഴോട്ട് മലഞ്ചെരുവുകൾ ഇങ്ങനെ ആ ഒരു പ്രത്യേക രീതിയിൽ ആ ഇടിച്ച് ലെവലാക്കി അതിനകത്ത് കൃഷി ചെയ്ത് വരുന്നൊരു രീതി, അതിനെയാണ് ഈ ടെറസ് കൃഷി എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ക്ലാവറ ഭാഗത്ത് വന്നേക്കപ്പോഴത്തേക്ക് അവിടുത്തെ ഒരു ക്ഷേത്രത്തിൽ ഉത്സവമാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു പാട്ടും കാര്യങ്ങളും കേട്ടിട്ട് നമ്മളവിടെ ചോദിച്ചു ആൾക്കാർക്ക് ഇത് എങ്ങനെയാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ ആ ഒരു ഗ്രാമത്തിൻ്റെ ഉള്ളിലൂടെ പോയി. അപ്പോൾ അവിടെ അകത്ത് ചെന്നപ്പോഴത്തേക്ക് അതിനകത്തോട്ട് ഇപ്പോൾ പല രീതി വഴി, അങ്ങനെ നമുക്കൊരു കൺഫ്യൂഷനായിട്ട് നമ്മൾ തിരിച്ചിറങ്ങിയിട്ട് വേറൊരു വഴി കൂടെയാണ് നമ്മളവിടെ എത്തിച്ചേരുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് അവിടുത്തെ വാദ്യോപകരണമൊക്കെ വെച്ച് അവരുടെ ആഘോഷം കൊണ്ടാടുന്നുണ്ട്. അത് കാണുന്നതൊക്കെ ഇടതൊക്കെ നമ്മളിവിടുത്തെ ചെണ്ട പോലല്ല, വേറൊരു പ്രത്യേക രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുപോലെ പോകുന്നവരെല്ലാം കുറെ ചിക്കനൊക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ കാണുന്ന ഒരു കവാടം അവിടെ ആ ഭാഗത്തും ചെല്ലുമ്പോഴത്തേക്ക് ആ റോഡിന്റെ ഒരു എൻഡ് ഭാഗമാണ്. അപ്പോൾ ഇവിടെ റോഡ് തീരെയാണ്. ആ കാണുന്ന മലയുടെ ആ ഭാഗമൊക്കെ കേരളത്തിന്റെ ഭാഗമാണ്. കയറി പോകുന്ന കയറ്റത്തിന്റെ വലത് സൈഡിലായിട്ട് ഒരു ഗ്യാപ്പ് റോഡുണ്ട്. ആ വഴിയാണ് മൂന്നാർ പോകാനുള്ളത്, അതായത് വട്ടവടക്ക് ഇറങ്ങി മൂന്നാർ പോകാനായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ മുകളിലോട്ട് കയറി. അപ്പോൾ ഈ അമ്പലത്തിന്റെ പ്രദേശമാണ്. ആ സൈഡിൽ നിൽക്കുന്ന കൂട്ടങ്ങൾ അവിടെ ആഹാരം പാചകം ചെയ്യുകയാണ്. അതായത് ഈ കൊണ്ടുവരുന്ന നേർച്ചയ്ക്കായിട്ടുള്ള കോഴികളും മറ്റ് സാധനങ്ങളൊക്കെ വെച്ച് ഫുഡ് ഉണ്ടാക്കി അവർ കഴിക്കുന്നു. അപ്പോൾ ഈ കാണുന്ന ഒരു ഭാഗമാണ് അമ്പലത്തിൻ്റെ രീതികൾ. ഇതിനകത്ത് ഒരു വിറ്റ് പരിപാടി നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പൂജാരി നമുക്ക് 2 പേർക്കും നെറ്റിയിലൊരു കുറിയൊക്കെ ഇട്ട് തന്ന് അത് കഴിഞ്ഞിട്ട് ഒരു പിടി ഭസ്മം വാരി തലയിൽ, നമ്മുടെ ജനാർദ്ദനൻ ഫ്രണ്ട്സ് സിനിമയിൽ തലയ്ക്കകത്തില്ല പൊടി തട്ടിക്കളല്ലേ, ആ മാതിരിയായിരുന്നു 2 പേരുടെ തലയിൽ. അപ്പം ഞാൻ ചോദിച്ചത് എന്തുവാടെ എന്ന് ചോദിച്ചാൽ കൂടാതെ ചോദിച്ചാൽ പറഞ്ഞു അതെനിക്കും മനസ്സിലായില്ലെന്ന്. പിന്നെ ആ ഒരു സീനൊക്കെ കഴിഞ്ഞ് നമ്മൾ താഴോട്ട് ഇറങ്ങി അടുത്ത ഇനി നേരെ നമ്മുടെ ഈ കൊടൈക്കനാലിലോട്ട് തിരിച്ച് റിട്ടേൺ വരികയാണ്. അപ്പോൾ ഈ പ്രദേശം 110 കിലോമീറ്റർ, പളനിക്ക് ദിണ്ടുക്കൽ 145, കൊടൈക്കനാൽ 45. അപ്പോൾ നമ്മൾ നേരെ ഇനി കൊടൈക്കനാലിലേക്കാണ് പോകുന്നത്. കാരണം തിരിച്ച് ഞാൻ നാട്ടിലേക്കും കൂടെ വന്ന സുഹൃത്ത് ബത്തലകുണ്ടിലേക്ക്. കൊടൈക്കനാൽ മൂന്നാർ റോഡ് എന്നൊരു റോഡ് മുമ്പുണ്ടായി. കൊടൈക്കനാൽ മൂന്നാർ റോഡ് ദക്ഷിണേന്ത്യയിലെ ദിണ്ടിക്കൽ ജില്ലയിൽ, തമിഴ്നാട്ടിലെ തേനി ജില്ലയിലും കേരളത്തിലെ ഇടുക്കി ജില്ലയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. കൊടൈക്കനാൽ മുതൽ മൂന്നാർ വരെയുള്ള 81 കിലോമീറ്റർ 50 മൈൽ ഇത് ഉൾക്കൊള്ളും. 1942 ബ്രിട്ടീഷുകാർ ദക്ഷിണേന്ത്യയിൽ ജാപ്പനീസ് അധിനിവേശത്തിന് തയ്യാറെടുക്കുന്ന ഒരു ഒഴിപ്പിക്കൽ പാതയായി ഈ റോഡ് മെച്ചപ്പെടുത്തി. വെൻഡാവ് കൊടുമുടിക്ക് തൊട്ട് തെക്ക് 2480 മീറ്ററും
8140 അടി പരമാവധി ഉയരത്തിൽ ഈ റോഡ് സ്ഥിതി ചെയ്തിരുന്നത്. 1990-ൽ ഈ റോഡ് അടച്ചുപൂട്ടുന്നതിന് മുമ്പ് ഹിമാലയത്തിന് തെക്ക് ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള റോഡുകളിൽ ഒന്നായിരുന്നു ഈ റോഡ്. 1942-ൽ രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് മദ്രാസ് സിറ്റിയിൽ ജാപ്പനീസ് ബോംബെറിഞ്ഞെങ്കിലും ഭൗതികമായ നാശനഷ്ടങ്ങൾ നിസ്സാരമായിരുന്നു. പൊതുജനങ്ങളുടെ പ്രതികരണം വളരെ വലുതാണെങ്കിലും തുടർന്നുള്ള ജാപ്പനീസ് ബോംബേറിങ്ങും ആക്രമണങ്ങളും ഭയന്ന് നഗരം ഒഴിപ്പിച്ചു. മദ്രാസിൽ നിന്നുള്ള അനേകം സമ്പന്ന കുടുംബങ്ങൾ ഭയപ്പാടോടെ ഹിൽ സ്റ്റേഷനുകളിലേക്ക് സ്ഥിരമായി താമസം മാറ്റി. ദരിദ്രരായ ആളുകൾ റെയിൽവേയുടെ സമീപത്തുള്ളതും ദൂരെയുള്ളതുമായ ഗ്രാമങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചു. 1942-ൽ ഇന്ത്യയിൽ സാധ്യമായ ജാപ്പനീസ് അധിവേശനത്തിനുള്ള തയ്യാറെടുപ്പിനായി പളനി കുന്നുകളുടെ തെക്കൻ കൊടുമുടിയിൽ കൊടൈക്കനാലിനടുത്തുള്ള ബെരിജാം തടാകത്തിൽ ഉപയോഗിക്കുന്നതിന് ബ്രിട്ടീഷുകാർ റോഡ് മെച്ചപ്പെടുത്താൻ തുടങ്ങി. ടോപ്പ് സ്റ്റേഷനിലേക്ക് പിന്നീടത് എസ്കേപ്പ് റോഡ് എന്നറിയപ്പെട്ടു. നിലവിലുള്ള റോഡുകൾ പിന്നീട് മൂന്നാറിലേക്ക്, താഴെ കൊച്ചിയിലേക്കും തുടർന്നു. അവിടെ ഇന്ത്യക്ക് പുറത്തേക്ക് ഒഴിപ്പിക്കാൻ കപ്പലുകളും ലഭ്യമാകും. 1990 വരെ ഈ റോഡ് പ്രവർത്തിച്ചിരുന്നുവെങ്കിലും അന്തർ സംസ്ഥാന ഉടമസ്ഥയെ ചൊല്ലിയുള്ള തർക്കത്തിൽ തമിഴ്നാട് വനം വകുപ്പും കേരള ഹൈവേ വനം വകുപ്പും അവഗണിച്ചു. പഴയ റോഡ് ഇപ്പോൾ തകരുകയും ചിലയിടങ്ങളിൽ ചെടികൾ വളർന്ന് കിടക്കുകയും ചെയ്യുന്നു. ഇതൊരു മരം മുറിക്കുന്ന പാതയായും പ്രാദേശിക ഗ്രാമീണരും ട്രെക്കിംഗ് നടത്താനുള്ള പാതയായും ഉപയോഗിക്കുന്നു. കാട്ടുപോത്ത്, ആനകൾ, അട്ടകൾ, പുള്ളിപ്പുലികൾ എന്നിവയുൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുമായുള്ള ഏറ്റുമുട്ടലുകൾ ചിലപ്പോൾ പാതയിൽ സംഭവിക്കാറുമുണ്ട്. അപ്പോൾ കൊടൈക്കനാലിൽ നമ്മൾ താഴെ ഇറങ്ങി. അപ്പോൾ ഈ കാണുന്ന സാധനം ഉണ്ടല്ലോ, അതിന്റെ പേര് ആട്ടുകാൽ, അത് പുടവാട്ടുകാൽ എന്നൊക്കെ പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഈ മതിലിന്റെ മണ്ടയിലും വലിയ മരങ്ങളിലൊക്കെ കാണാറുണ്ട്. പക്ഷെ നമ്മളാരും ഇത് കഴിച്ചിട്ടുള്ള ഉണ്ടാകത്തില്ല ഭൂരിഭാഗം പേര്. അപ്പോൾ ഞാൻ തമിഴ്നാട്ടിൽ കൊടൈക്കനാൽ ഭാഗത്ത് വന്നപ്പോൾ എൻ്റെ കൂടെ സൂപ്പ് പറഞ്ഞ് ഇവിടെ ഒരു സൂപ്പ് കിട്ടും, ആട്ടുകാൽ സൂപ്പ് എന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ തിരക്കിയപ്പോൾ അത് അവിടെ കിട്ടിയില്ലായിരുന്നു സംഭവം. അപ്പോൾ കൊടൈക്കനാലിലെ പൂമ്പാറ ആ ഭാഗത്തെ ഗ്രാമങ്ങളിലെ പ്രദേശങ്ങളൊക്കെ ഇത് കിട്ടും. മിക്കവാറും ശരീരത്തിനൊക്കെ നല്ല ഗുണമുള്ള കാര്യം എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ ഈ ഒരു ഐറ്റം ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പം ഞാനത് 1 കിലോയ്ക്ക് 300 രൂപ ചോദിച്ചു. 1/2 കിലോ വാങ്ങിച്ചു 150 രൂപയ്ക്ക്. കാരണം യാത്ര പോകുമ്പോൾ കൂടുതൽ സാധനങ്ങളൊന്നും വാങ്ങിക്കാറില്ല. അപ്പം ചെറിയൊരു ബാഗിൽ അത്യാവശ്യം ഡ്രസ്സുകൾ മാത്രം എനിക്ക് വേണ്ട കാര്യങ്ങളുമായിട്ടായിരിക്കും പോകുന്നത്. ചാർജറും മറ്റ് ഫ്രഷ് ആവുന്ന ഐറ്റംസ് ഒക്കെ വെച്ചിട്ടായിരിക്കും പോകുന്നത്. അതുകൊണ്ട് അധികം സാധനങ്ങൾ മേടിച്ചാലും കൊണ്ടുവരാൻ ബുദ്ധിമുട്ടരുത്. അങ്ങനെ പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ കാണുന്നതും കാണാത്തായിട്ടുള്ള ഒരുപാട് നിരവധി വെജിറ്റബിൾ ആ കടയിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരെ അവിടെ താഴോട്ട് വന്നപ്പോൾ ഈ വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. നമ്മളവിടെ ഒന്ന് വണ്ടി നിർത്തിയത് കറണ്ടങ്ങ് പോയി. അങ്ങനെ വെള്ളച്ചാട്ടം കാണാൻ പറ്റിയില്ല, ഇരുട്ടത്തായിരുന്നു. അതുമല്ല ഉണക്കായതുകൊണ്ട് വലിയ വെള്ളച്ചാട്ടം രീതിയിലൊന്നും ഇല്ല, ചെറുതായിട്ട് വെള്ളം വരുന്നേ ഉള്ളൂ. അപ്പോൾ പിന്നെ കുറച്ച് മക്കൾക്ക് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ നിന്ന് കൊടൈക്കനാലിലൊരു പകുതി ഭാഗം 25 കിലോമീറ്റർ എത്തിയപ്പം ഞാൻ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് നേരെ ബത്തലക്കുണ്ടി വന്ന് എൻ്റെ കൂടെ വന്ന സുഹൃത്ത് അവരുടെ വീട്ടിലോട്ട് പോയി. ഞാൻ നേരെ അവിടെ നിന്ന് ബസ് കയറി നേരെ മധുരൈ വന്നു. മധുരയിൽ നിന്ന് നേരെ തെങ്കാശിക്ക് വണ്ടി കിട്ടി. അപ്പോഴേ അവിടേക്ക് കയറി. അവിടുന്ന് പിന്നെ നേരെ നമ്മുടെ KSRTC വെളുപ്പിനെ കിട്ടി. അതിനകത്ത് നേരെ പുനലൂരേക്ക് ടിക്കറ്റ് എടുത്ത് പുനലൂരിൽ നിന്ന് വരുന്ന വഴിക്ക് 1 മണിക്കൂറിനകത്ത് ബ്ലോക്കിൽ പെട്ട് കിടന്നു. നമ്മുടെ ഈ ആര്യങ്കാവ് കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ഒരു വളവുണ്ട്, അവിടെ വെച്ച് വണ്ടികൾ ബ്ലോക്കായി കിടന്നു. അങ്ങനെ കുറച്ച് സമയം പോയി. അങ്ങനെ നേരം നല്ലോണം പേർന്ന് വന്നു തുടങ്ങി. അങ്ങനെ നമ്മുടെ 13 കണ്ട പാലമൊക്കെ കഴിഞ്ഞ് നേരെ ഞാൻ പുനലൂരോട്ടാണ് പോയി ഇറങ്ങുന്നത്. വെളുപ്പിനെ പോയപ്പോൾ നല്ല മൂടൽമഞ്ഞായിരുന്നു. ആര്യങ്കാവിൻ്റെയും തെന്മലൊക്കെ ഭാഗം കഴിഞ്ഞ് പുനലൂരെത്തുന്നതിന് മുന്നേ നല്ല ഫോഗായിരുന്നു. കാരണം വണ്ടി പോകാൻ നേരത്തെ അകലമൊട്ടൊന്നും കാണാൻ പറ്റത്തില്ല, അത്രത്തോളം മഞ്ഞ് മൂടിക്കിടക്കണം. അതൊരു പ്രത്യേക ഒരു അനുഭവം തന്നെ ആയിരുന്നു. അപ്പോൾ കൊടൈക്കനാൽ വീഡിയോയുടെ അവസാന ഭാഗമാണ് ഈ കാണുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഓക്കെ, ബൈ.